ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. കർക്കിടക മാസം എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ശരീരത്തിന് ഉന്മേഷവും പ്രതിരോധ ശേഷിയും തരുന്ന നാടൻ വിഭവങ്ങളായിരിക്കുമല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചേരുവ പോഷകങ്ങളുടെ കലവറയായ റാഗിയും ഒപ്പം ശരീരത്തിന് ഏറെ ഊർജ്ജം നൽകുന്ന എള്ളും ആട്ടോ. എള്ളും റാഗിയും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എന്നാൽ അത്രയേറെ ആരോഗ്യ ഗുണവുമുള്ള രണ്ട് അടിപൊളി കർക്കിടക വിഭവങ്ങൾ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞു തരാം. അതിനു മുൻപ് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പൊ നമുക്ക് ഈ എള്ളും റാഗിയും വെച്ചിട്ടുള്ള വിഭവം ഉണ്ടാക്കുന്ന എങ്ങനെ കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ വെല്ലം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 10 വെല്ലം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെല്ലം മെൽറ്റാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെല്ലം മെൽറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തത് 1 കപ്പോളം റാഗി പൊടിയാണ് എടുത്തിട്ടുള്ളത്, അഥവാ മുത്താറി എന്നൊക്കെ പറയുന്നില്ലേ, അതെടുക്കാം. ഇത് കുറച്ച് വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി പോവരുത്. ഇനി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിങ്ങിന് ശേഷം നമ്മൾ പുട്ടുപൊടിക്കൊക്കെ നനച്ചെടുക്കത്തില്ലേ, അതേ കണക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നനച്ചെടുക്കാം. ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഉരുള എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. നമ്മൾ പുട്ടുപൊടിക്ക് ചെയ്യുന്നത് പോലെ തന്നെ നനച്ചെടുത്തിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ പുട്ടുപൊടിക്ക് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യേണ്ടതില്ല. നനച്ചെടുത്തതിന് ശേഷം ഡയറക്റ്റ് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലൊരു കോട്ടൺ ക്ലോത്തിൽ ഈ റാഗി പൗഡർ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ സ്റ്റീം ചെയ്യാൻ വെക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഇത് ചെറിയ കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ 2 കിഴിയാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇതിപ്പം ഒന്ന് ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തു. ചെറിയതായിരുന്നു കേട്ടോ എൻ്റെ ക്ലോത്ത്. കുറച്ച് വലിപ്പമുള്ള ക്ലോത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് തന്നെ കിഴി പിടിച്ചാൽ മതി കേട്ടോ. ഞാനിത് 1 എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തതും കിഴി കെട്ടി എടുക്കട്ടെ. സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പുട്ടുംകുറ്റിയിൽ ഒന്ന് ആവി കയറ്റി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് 2 കിഴിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കാം. ഏറ്റവും നല്ലത് കുറച്ച് വലിപ്പമുള്ള കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ ഒരൊറ്റ കിഴിയാക്കുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ ചെറിയ ക്ലോത്ത് ആയതുകൊണ്ട് അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ കയറി അതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. നല്ല തിളച്ച വെള്ളമാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് കൊണ്ട് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. വല്ലാണ്ടങ്ങ് കുക്കാവരുത്. നമ്മൾ കുഴക്കട്ടൊക്കെ വേവിക്കുന്ന പോലെ ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നല്ല ചൂടാട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ റാഗി തണുത്ത് വരുമ്പോഴേക്ക് ഇതാ 250 ഗ്രാമോളം എള്ളാണ് എടുത്തിട്ടുള്ളത്. കറുത്ത എള്ള് നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകി ഉണക്കിയെടുത്തതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ കഴുകി ഉടനെ വറക്കുന്നതാണെങ്കിൽ പാന് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒട്ടും കരിഞ്ഞു പോവാതെ അതിൽ വെള്ളം ഒട്ടും ഇല്ലാതെ അത് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണേ. കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് മുഴുവനും ഇതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റട്ടെ. എള്ള് വറുത്തെടുക്കുന്നതിൻ്റെ പാകം എന്ന് പറയുന്നത് എള്ളിങ്ങനെ പൊട്ടി വരുന്നൊരു സൗണ്ട് കേൾക്കും, അതാണ് കേട്ടോ ഇതിൻ്റെ പാകം. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതൊരു 150 ഗ്രാമോളം നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെത് റോസ്റ്റഡ് നിലക്കടലയാണ് എനിക്ക് കിട്ടിയത്. അതും തൊലിയൊക്കെ കളഞ്ഞത് കിട്ടിയത് കൊണ്ട് തന്നെ എളുപ്പമായി. ഇനി ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എൻ്റെത് ഞാൻ പറഞ്ഞല്ലോ റോസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. അതേപോലെ ഇല്ലേ, നിങ്ങൾക്കിപ്പോൾ തൊലിയോട് കൂടിയിട്ടുള്ള നിലക്കടലയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനുശേഷം ഒരു കാലി ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും കേട്ടോ. എളുപ്പ മാർഗ്ഗം പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെത് ഇപ്പോൾ ഇതാ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലോട്ട് മുഴുവനും മാറ്റി കൊടുക്കട്ടെ. ഇനി ഒരു 1/4 കപ്പോളം ബദാം എടുത്തിട്ടുണ്ട്. അതും പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാം നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് പാനിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. ഇതൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതൊരു 1/4 കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ ഇതും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. തേങ്ങ ഇതിൽ ചേർക്കുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഉരുളകളാക്കി വെക്കുന്നുണ്ടെങ്കിൽ തേങ്ങ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറാക്കിയിട്ട് ഒട്ടും അതിൽ ആ വൈറ്റ് പാർട്ട് ഇല്ലാതെ വേണം വറുത്തെടുക്കേണ്ടത്. എന്നിട്ടേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് അതെന്തായാലും അത് ചീത്തയായി പോകാൻ വഴിയുണ്ട്. ഉരുളകളാക്കി വെക്കുന്നതാണെങ്കിൽ എന്തായാലും നന്നായിട്ട് വറുത്തെടുക്കാം. പൊടികളാക്കുന്നതാണെങ്കിൽ തേങ്ങ ചേർക്കാതിരിക്കുക. കഴിക്കുന്ന സമയത്ത് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതൊക്കെ വറുത്തെടുക്കും
തണുക്കുമ്പോഴേക്ക് റാഗി ഒന്നുകൂടെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കോട്ടൺ ക്ലോത്തിൽ നിന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതും നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ചൂടുണ്ട് കേട്ടോ, അതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് പൊടിച്ചിട്ട് ഈ വലിയ ബൗളിൽ വേണം ഇട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചെറിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം പൊടിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടോ, ചെറുതായിട്ടൊരു കട്ട കെട്ടിയതുപോലെ ഉണ്ടല്ലോ. റാഗി ഒന്നും ഇവിടെ തണുത്ത് വരുമ്പോഴേക്ക് എള്ള് പൊടിച്ചെടുക്കുക. എള്ള് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എള്ള് ഇത്രയും പൊടിഞ്ഞാൽ മതിയെ, വല്ലാണ്ട് റാഗി പൗഡർ പോലെ ഒന്നും പൗഡർ ആക്കണ്ട. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇതിൽ നിന്ന് റാഗി മാറ്റിയത്. അടുത്തത് നിലക്കടല കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ, ക്രഷ് ചെയ്യരുത്, നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അതും ഈ എള്ളിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. അടുത്തത് റോസ്റ്റ് ചെയ്ത് വെച്ച ആൽമണ്ട് കൂടെ ഇട്ട് കൊടുക്കാം. ഇതും നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണേ. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഉണ്ടയാക്കുന്നുണ്ടെങ്കിൽ മാത്രം വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക. അതുപോലെ ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ അതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുക്കുക. അപ്പോഴേക്ക് റാഗി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതും മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇതും നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ ഇത് നിങ്ങൾക്ക് ഈ പൊടി രൂപത്തിൽ തന്നെ കഴിക്കാം കേട്ടോ. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ സമയത്ത് അന്നേരം തേങ്ങ ചേർക്കരുത് കേട്ടോ. നിങ്ങൾ പൊടി രൂപത്തിലാണ് സൂക്ഷിക്കുന്നെങ്കിൽ ഇതുപോലെ നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക, എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബൗൾ എടുക്കുക കേട്ടോ. അതിലൊട്ടും വെള്ളം ഇല്ലാതെ ഇതിലേക്ക് ഈ പൗഡർ നിറച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ചേർക്കുന്നതാണെങ്കിൽ സൂക്ഷിക്കുന്നതാണെങ്കിൽ തേങ്ങ വറുത്ത് ചേർക്കണം എന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ വറവ് കുറച്ച് കുറഞ്ഞു പോയാൽ അത് ഒരു പെട്ടെന്ന് തന്നെ അതിൽ പിന്നെ കേടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാതാവരുതല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. നെക്സ്റ്റ് വേ പറഞ്ഞു തരാം. നമ്മൾ എള്ളുണ്ടയുടെ ഒരു രൂപത്തിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ദിവസം ഓരോന്നെടുത്ത് കഴിക്കുന്ന രൂപത്തിലാണ് വേണമെന്നുള്ളതെങ്കിൽ പൊടിയിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച വെല്ലയില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, വെള്ളം മെൽറ്റ് ചെയ്യുന്ന സമയത്തും വെള്ളം കൂടുതൽ ഒഴിക്കരുത് കേട്ടോ വെള്ളത്തിൽ. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, നമ്മൾ പൊടി രൂപത്തിൽ ഇത് വെക്കുമല്ലോ, അപ്പം അതിനൊരു മധുരം വേണമല്ലോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെല്ലം അഥവാ ശർക്കര ചീകി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിന് പകരം പനങ്കൽക്കണ്ണം ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് മധുരം എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തിട്ടാ ഇഷ്ടമെങ്കിൽ കഴിക്കുന്ന സമയത്ത് കുറച്ച് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പം ഇനി ഞാനിതാ ഇതുപോലെ എള്ളുണ്ടയുടെ ഒരു രൂപത്തിൽ കുറച്ച് വലിപ്പത്തിലാണ്, ഞാനൊരു ലഡുവിൻ്റെ ഒക്കെ വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരെണ്ണം ഒരു ദിവസം എന്നുള്ള രീതിയിൽ നമുക്ക് കഴിക്കാമല്ലോ. ഇങ്ങനെ ഉരുട്ടി വെച്ചാൽ മക്കൾക്കൊക്കെ ഓരോ ദിവസം ഓരോന്ന് കൊടുക്കാം. അപ്പോൾ എള്ളൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾക്ക്, റാഗിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് കഴിപ്പിക്കാനുള്ള ഒരു എളുപ്പ മാർഗവും കൂടിയാട്ടോ ഇങ്ങനെ ഉരുട്ടി വെക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണേ. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തേങ്ങ പ്രത്യേകിച്ചിട്ട്, പിന്നെ അതുപോലെ വെള്ളം മെൽറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറേ നാൾ കേടുകൂടാതെ ഉണ്ടയിരിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് റെസിപ്പി മുത്താറി വറ്റിച്ചത് തന്നെ. മുത്താറി വറ്റിച്ചത് മീൻസ് റാഗി വറ്റിച്ചത് എന്നാണ് അർത്ഥാക്കേണ്ടത്. അപ്പം മുത്താറി എന്നാണ് നമ്മളൊക്കെ പറയാം. നിങ്ങളൊക്കെ എന്താന്ന് പറയാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ മുത്താറി വറ്റിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പൊ മുത്താറി വറ്റിച്ചതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണം. തേങ്ങാപ്പാലിന്റെ 1-ാം പാല് 2-ാം പാലൊന്നുമില്ല, പായസം പോലെ ഒന്നും വേണ്ട, ഒറ്റപ്പാല് മാത്രം എടുത്താൽ മതി. നല്ല കുറുകിയ ടൈപ്പിൽ പാലെടുക്കാം. അപ്പൊ ഞാനിപ്പം തേങ്ങ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ 2 ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കട്ടെ. ഇതിന്റെ തേങ്ങാപ്പാൽ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ നോക്കാം കേട്ടോ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിനും കുറച്ച് വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. 5-10 അച്ച് വെള്ളം തന്നെയാണ് ഇതിനും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. എന്തെങ്കിലും കച്ചറുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതും അരിച്ചെടുക്കുന്നത്. ഇനി ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തതൊരു 2 ടേബിൾ സ്പൂണോളം റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കലക്കി എടുക്കേണ്ടതുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എടുത്തു വെച്ച തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഇത് ഒട്ടും കട്ടയില്ലാതെ കലക്കിയെടുക്കാം. ഇത് കലക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ സെപ്പറേറ്റ് ഇട്ട് കലക്കുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തേങ്ങാപ്പാല് ചൂടാകുന്ന സമയത്ത് നമ്മൾ ഇത് ഡയറക്റ്റ് പൊടിയിട്ട് കൊടുക്കുമ്പോൾ കട്ട കെട്ടിയ പോലെ ആയിപ്പോകും കേട്ടോ. പിന്നെ അത് മാത്രമല്ല മിക്സ് ചെയ്തെടുക്കാനും എളുപ്പം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ഒക്കെ കലക്കി വെക്കുന്നില്ല, അതേ കണക്ക് തന്നെ കേട്ടോ. അപ്പൊ ഇതിപ്പോ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് 1-2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 നേന്ത്രപ്പഴം ചെറുതാക്കി കട്ട് ചെയ്തത്, നമ്മൾ കായ്പൊളക്കൊക്കെ കട്ട് ചെയ്യുന്നില്ലേ, ഒരു പഴത്തിനാ നെടുകെ കീറിയിട്ട്
കട്ട് ചെയ്തെടുക്കുന്നില്ല, അതേ കണക്കാണ് ഞാൻ കട്ട് ചെയ്തത്. റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, പഴം ഇങ്ങനെ വാട്ടിയിട്ട് എടുക്കുന്നത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗം അങ്ങ് സ്കിപ്പ് ചെയ്തോളൂ, ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെ പിന്നെ ചേർക്കേണ്ടതെന്നുള്ളത് കേട്ടോ. റാഗി കലക്കിയതിന്റെ ബാക്കി തേങ്ങാപ്പാലുണ്ടല്ലോ അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കലക്കി വെച്ച റാഗി ഉണ്ടല്ലോ അത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, കോൺഫ്ലോർ ഒക്കെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കുക. റാഗി ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈവെക്കാതെ ഇളക്കി കൊടുക്കണേ, അത് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഏലക്ക പൗഡർ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവ തേങ്ങാപ്പാലിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. റാഗി കലക്കി എടുക്കുന്ന സമയത്ത് തന്നെ ഇതും കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, അതിന്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാ. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് പകരം റവക്ക് പകരം നിങ്ങൾക്കൊരു ഓപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ അരിപ്പൊടിയില്ല, സാധാരണ നമ്മളെ പത്തിരിപ്പൊടി, അതൊരു 1.5 ടേബിൾ സ്പൂൺ ഇതുപോലെ തേങ്ങാപ്പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നുകിൽ റവ അല്ലെങ്കിൽ അരിപ്പൊടി. ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ആ തേങ്ങയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി കുക്കായി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പഴം, അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്യാതെ നിങ്ങൾ ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഈ സമയത്ത് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലോ, അതിതാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ കുറെ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നിങ്ങൾ ഫ്രൈ ചെയ്യാതെ ചേർക്കുന്നെങ്കിൽ കുറച്ച് സമയം വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. ഇനി അത് ഇരിക്കുന്തോറും ഒന്ന് കുറുകി വരും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം ഗീ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒത്ത് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, നിർബന്ധമില്ല കേട്ടോ. കാഷ്നട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ടേസ്റ്റാണ്. ഇനി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നത് നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പം ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഇത് ഈ ഒരു കളറിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഗോൾഡൻ കളർ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. ഇനി നമ്മളെ മാറ്റി വെച്ച കുറുക്കില്ലേ അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇരിക്കുന്നതോറും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. റാഗിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇരിക്കുന്നതോറും അതൊന്ന് കുറുകി വരും. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. പക്ഷെ ഇവിടെ ആർക്കും അത് വറ്റിച്ച രൂപത്തിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ടൈമിന് തന്നെ സെർവ് ചെയ്യാറാണ് പതിവ്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം അടുപ്പിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, ഫ്ലെയിമിൽ. അപ്പോൾ ഇതാ ഇത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഴം കൂടെ പിന്നെ അതുപോലെ താളിപ്പൊക്കെ ഒന്ന് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഒന്നിച്ചെന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് തമ്മിൽ ഫോട്ടോ ഒക്കെ വെക്കേണ്ടതുകൊണ്ട് മാത്രമേ അങ്ങനെ വെച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കർക്കിടകത്തിൽ ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ എള്ളിനെ കൊണ്ടുണ്ടാക്കിയ എള്ളും റാഗിയും വെച്ചുണ്ടാക്കിയ ഉണ്ടയും അപ്പോൾ ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് തരണേ. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.